നമസ്കാരം. ഈ വാർത്താ ദിനത്തിൽ ഇതുവരെ സംഭവിച്ച സമഗ്ര വാർത്തകളുമായി ന്യൂസ് ബ്രേക്സ് ആരംഭിക്കുന്നു. ഞാൻ അനുജ. എല്ലാ പ്രേക്ഷകർക്കും ന്യൂസ് ബ്രേക്സിലേക്ക് സ്വാഗതം. ആദ്യ വാർത്തയിലേക്കാണ്. ആകാശം താണ്ടാൻ മലയാളി. ബഹിരാകാശത്തെത്തുന്ന ആദ്യ മലയാളിയാകാൻ ഡോക്ടർ അനിൽ മേനോൻ. അമേരിക്ക റഷ്യ സംയുക്ത ബഹിരാകാശ ദൌത്യമായ എക്സ്പെഡിഷൻ 75ന്റെ ഭാഗമായി അനിലും 2 റഷ്യൻ ബഹിരാകാശ സഞ്ചാരികളും ഇന്ന് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് യാത്ര തിരിക്കും. നാസ ആസ്ട്രോനോട്ടായ അനിൽ മേനോന്റെ പിതാവ് പാലക്കാട് ഒറ്റപ്പാലം സ്വദേശിയാണ്. കസാഖിസ്ഥാനിലെ ബൈക്കന്നൂർ കോസ്മോഡ്രോം റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിൽ നിന്ന് ഇന്ത്യൻ സമയം രാത്രി 8:17 വിക്ഷേപണം. ഡോക്ടർ അനിൽ മേനോനെ കൂടാതെ കോസ്മോനോട്സ് പ്യൂറോ ദൊബ്രേവ്, അന്ന കിക്കിന എന്നിവരടങ്ങുന്ന മൂവർ സംഘമാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് യാത്രയാകുന്നത്. റഷ്യൻ നിർമ്മിത സോയൂസ് MS-29 പേടകത്തിലാണ് യാത്ര. സോയൂസ് 2.1A റോക്കറ്റാണ് വിക്ഷേപണ വാഹനം. 3 മണിക്കൂർ 9 മിനിറ്റ് ദൈർഘ്യമുള്ള യാത്രക്കൊടുവിൽ രാത്രി 11:26 പേടകം സഞ്ചാരികളുമായി ബഹിരാകാശ നിലയത്തിൽ ഡോക്ക് ചെയ്യും. 2 മണിക്കൂറിന് ശേഷം പുലർച്ചെ 1:26 സോയൂസിൽ നിന്ന് അനിലും സംഘവും ബഹിരാകാശ നിലയത്തിലേക്ക് പ്രവേശിക്കും. 8 മാസം നീളുന്ന ബഹിരാകാശവാസത്തിൽ 100-ലധികം ശാസ്ത്രീയ പരീക്ഷണങ്ങളും ഗവേഷണങ്ങളും സംഘം പൂർത്തീകരിക്കും. മെഡിസിനിലും എഞ്ചിനീയറിംഗിലും ബിരുദമുള്ള അനിൽ മേനോൻ 2014 ഫ്ലൈറ്റ് സർജനായാണ് ആദ്യം നാസയുടെ ഭാഗമാകുന്നത്. പിന്നീട് സ്പേസ് എക്സുമായും ചേർന്ന് പ്രവർത്തിച്ചു. 2021 നാസയുടെ ബഹിരാകാശ സഞ്ചാരികളുടെ പട്ടികയിലേക്ക് അനിൽ തെരഞ്ഞെടുക്കപ്പെടുന്നത്. US സ്പേസ് ഫോഴ്സിൽ ലഫ്റ്റനന്റ് കേണൽ കൂടിയാണ് അനിൽ മേനോൻ. പാലക്കാട് ഒറ്റപ്പാലം സ്വദേശിയായ ശങ്കരൻ മേനോനാണ് അനിലിന്റെ പിതാവ്. മാതാവ് എലിസബത്ത് യുക്രൈൻ സ്വദേശിനിയാണ്. അനിൽ ജനിച്ചതും വളർന്നതും അമേരിക്കയിലെ മിനിയാപോളിസിലാണ്. സയൻസ് ഡെസ്ക് 24. നിയമസഭാ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ അടിമുടി വീഴ്ചയെന്ന് CPIM കേന്ദ്ര കമ്മിറ്റി വിലയിരുത്തൽ. സ്ഥാനാർത്ഥി നിർണയത്തിലും പ്രചാരണത്തിലും വീഴ്ച പറ്റി. തിരുത്തൽ നടപടികൾ ആഴത്തിൽ ചർച്ച ചെയ്യാൻ സെപ്റ്റംബറിൽ വിശാല സംസ്ഥാന സമിതി ചേരും. നേതൃമാറ്റം ഉൾപ്പെടെ ചർച്ചയാകുമെന്നും ജനറൽ സെക്രട്ടറി MA ബേബി പറഞ്ഞു. തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയത്തിലും പ്രചാരണത്തിലുമടക്കം വീഴ്ച പറ്റിയെന്നാണ് CPIM കേന്ദ്ര കമ്മിറ്റിയുടെ വിലയിരുത്തൽ. പാർട്ടി എന്തിനുവേണ്ടി നിലകൊള്ളുന്നുവെന്ന് ജനങ്ങളെ കൃത്യമായി ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞില്ലെന്ന് ജനറൽ സെക്രട്ടറി MA ബേബി. വീഴ്ചയിൽ എല്ലാവരും സ്വയം വിമർശനം നടത്തണം. നേതാക്കളുടെ പെരുമാറ്റം തിരുത്തണം. തോൽക്കുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ആ തോൽക്കുന്നതിനുള്ള ഒരുപാട് കാരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ജനങ്ങളോട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്തുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി മാത്രം നിലകൊള്ളുന്ന ഒരു പ്രസ്ഥാനമാണ് എന്ന വസ്തുത ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന വിധത്തിൽ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നതിൽ ഞങ്ങൾക്കുണ്ടായ പോരായ്മ, വീഴ്ച, അതാണ് എൻ്റെ ദൃഷ്ടിയിൽ ഈ തോൽവിയുടെ ഒരു പ്രധാനപ്പെട്ട കാരണം. സെപ്റ്റംബറിൽ ചേരുന്ന വിശാല സംസ്ഥാന സമിതിയിൽ തിരുത്തൽ എങ്ങനെ വേണമെന്ന് തീരുമാനിക്കും. നേതൃമാറ്റവും ചർച്ച ചെയ്യും. We have had, as I have mentioned, detailed review of the assembly elections. Certain shortcomings and weaknesses in the way of campaign was conducted, issues were posed, selection of candidates, etc. were identified. The party will sincerely conduct a rectification campaign in order to overcome these shortcomings and weaknesses. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ വർഗീയ പ്രസ്താവനകൾക്ക് എതിരായ പാർട്ടി വിമർശനം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ വീഴ്ചയുണ്ടായെന്നും ജനറൽ സെക്രട്ടറിയുടെ ഏറ്റുപറച്ചിൽ. വെള്ളാപ്പള്ളി നടേശൻ നടത്തിയിട്ടുള്ള ചില പ്രസ്താവനകൾ അതിനോട് വിമർശനപരമായി പാർട്ടി പ്രതികരിച്ചെങ്കിലും വേണ്ടത്ര ശക്തമായ ഭാഷയിൽ പ്രതികരിച്ചില്ല എന്ന് തുടങ്ങി കുറേ കാര്യങ്ങൾ. കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷിനെതിരെ പരാതിയൊന്നും ലഭിച്ചില്ലെന്നും MA ബേബി പറയുന്നു. 24 ഡൽഹി. പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം സംബന്ധിച്ച CPIM-CPI ചർച്ച തീരുമാനമാകാതെ പിരിഞ്ഞു. LDF കൺവീനർ TP രാമകൃഷ്ണൻ CPI ആസ്ഥാനത്തെത്തി നടത്തിയ ചർച്ചയാണ് ധാരണയാകാതെ പിരിഞ്ഞത്. സംയുക്ത നിയമസഭാ കക്ഷിയോഗം ചേരണമെന്ന CPIMന്റെ ആവശ്യം CPI തള്ളി. പ്രശ്നം പരിഹരിച്ച് മുന്നോട്ടു പോകുമെന്ന് ചർച്ചയ്ക്ക് ശേഷം TP രാമകൃഷ്ണൻ പ്രതികരിച്ചു. കൂടിക്കാഴ്ച സംബന്ധിച്ച അനിശ്ചിതത്വത്തിന് വിരാമമിട്ടുകൊണ്ട് ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് LDF കൺവീനർ TP രാമകൃഷ്ണൻ CPI ആസ്ഥാനത്തെത്തിയത്. പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം സംബന്ധിച്ച ഭിന്നതയായിരുന്നു കൂടിക്കാഴ്ചയിലെ മുഖ്യ ചർച്ചാ വിഷയം. ഉപനേതൃസ്ഥാനം വിട്ടുകൊടുക്കുന്നതിനുള്ള തടസ്സങ്ങൾ വിശദീകരിച്ച TP രാമകൃഷ്ണൻ കീഴ്വഴക്കങ്ങളും ചൂണ്ടിക്കാട്ടി. എന്നാൽ മുന്നണിക്ക് കൂട്ടായ നേതൃത്വം വേണമെന്നും ആവശ്യത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്നും CPIM വ്യക്തമാക്കി. ഇതോടെയാണ് ചർച്ച തീരുമാനമാകാതെ പിരിഞ്ഞത്. ഈ പ്രശ്നം ഞങ്ങൾ 2 പാർട്ടിയും പരസ്പരം സംസാരിച്ച് കൂടിയാലോചനയിലൂടെ
പരിഹരിക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള ഭിന്നതയോ മറ്റു പ്രശ്നങ്ങളോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്തില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നല്ല കരുത്തോടു കൂടി തന്നെ മുമ്പോട്ട് പോകും. തീരുമാനം ഉണ്ടായോ ഇല്ല എന്നുള്ളത് നിങ്ങളോട് ഇപ്പോൾ പറയാൻ കഴിയില്ല. നിങ്ങളോട് പറയാൻ പറ്റുന്ന തരത്തിലായിട്ടില്ല. അഭിപ്രായങ്ങൾ ഉണ്ടാവുമല്ലോ, ആ അഭിപ്രായങ്ങൾ കൂടിയാലോചിച്ച് ഒന്നിച്ചു ചേർന്ന് പരിഹാരം കാണും. CPIക്കും CPMനും ഒരേ രാഷ്ട്രീയമാണ്, അത് LDF രാഷ്ട്രീയമാണ്. ആ LDF രാഷ്ട്രീയം ശക്തിപ്പെടുത്തിക്കൊണ്ടേ മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് CPIക്കും ബോധ്യമാണ്, CPMനും ബോധ്യമാണ്. ഇടയ്ക്കുണ്ടാകുന്ന ഏത് വിഷയങ്ങളും ആകാം, ഇതടക്കം അതെല്ലാം ഞങ്ങൾ പരസ്പരം സംസാരിക്കുമ്പോൾ, ചർച്ച ചെയ്യുമ്പോഴും ഈ കാഴ്ചപ്പാട് ഞങ്ങൾ നയിക്കും. പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം സംബന്ധിച്ച ഭിന്നത ഇരു പാർട്ടികളുടെയും ദേശീയ നേതൃത്വത്തിന് മുന്നിലുമുണ്ട്. സംസ്ഥാനത്ത് പരിഹാരം കാണട്ടെന്നാണ് CPIഎമ്മിന്റെ ദേശീയ നേതൃത്വത്തിന്റെ നിലപാട്. ഇന്നത്തെ കൂടിക്കാഴ്ചയിൽ തീരുമാനമായില്ലെങ്കിലും പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം സംബന്ധിച്ച ചർച്ച തുടരാനാണ് ധാരണ. 24 തിരുവനന്തപുരം. ഹോർമുസിൽ ചരക്ക് കപ്പലുകൾക്ക് നേരെയുണ്ടായ ഇറാന്റെ ആക്രമണത്തിൽ ഇന്ത്യക്കാരൻ കൊല്ലപ്പെട്ടു. പരുക്കേറ്റ 11 ഇന്ത്യക്കാരിൽ 2 പേരുടെ നില ഗുരുതരമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ആക്രമണത്തിൽ ഇറാൻ നയതന്ത്ര പ്രതിനിധിയെ വിളിച്ചുവരുത്തി ഇന്ത്യ കടുത്ത പ്രതിഷേധം അറിയിച്ചു. ഒമാൻ അതിർത്തിക്കുള്ളിലെ ഹോർമുസ് കടലിടുക്കിന്റെ തെക്കൻ പാതയിൽ വെച്ചാണ് MT അൽബഹിയ, MT മൊബാസ എന്നീ ചരക്ക് കപ്പലുകൾക്ക് നേരെ ആക്രമണമുണ്ടായത്. 30 ഇന്ത്യൻ ജീവനക്കാർ 2 കപ്പലുകളിലുമായി ഉണ്ടായിരുന്നു. അൽബഹിയ കപ്പലിൽ ഉണ്ടായിരുന്ന ഇന്ത്യൻ ജീവനക്കാരനാണ് ആക്രമണത്തിൽ ജീവൻ നഷ്ടമായത്. MT മൊബാസ ചരക്ക് കപ്പലിലെ 11 ഇന്ത്യൻ ജീവനക്കാർക്ക് പരിക്കുണ്ട്. ഇതിൽ 2 പേരുടെ നില ഗുരുതരമാണ്. ആക്രമണത്തിൽ ഇന്ത്യൻ നയതന്ത്ര പ്രതിനിധിയെ വിളിച്ചുവരുത്തി ഇന്ത്യ കടുത്ത പ്രതിഷേധം അറിയിച്ചു. ഹോർമുസിലെ ആക്രമണങ്ങളെ വിദേശകാര്യ മന്ത്രാലയം ശക്തമായി അപലപിച്ചു. ചർച്ചയിലൂടെയും നയതന്ത്ര ഇടപെടലിലൂടെയും പശ്ചിമേഷ്യൻ മേഖലയിലെ സമാധാനം ഉറപ്പാക്കണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടു. UAE ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളും ആക്രമണത്തെ അപലപിച്ചു. ബഹ്റൈനിലും ഇന്ന് ഇറാന്റെ ആക്രമണമുണ്ടായി. ആക്രമണത്തെ ഫലപ്രദമായി ചെറുക്കാൻ കഴിഞ്ഞെന്നാണ് ബഹ്റൈൻ പ്രതിരോധ മന്ത്രാലയത്തിന്റെ വാദം. 24 ദുബായ്. പശ്ചിമേഷ്യയെ കലുഷിതമാക്കി അമേരിക്ക ഇറാൻ സംഘർഷം രൂക്ഷമാവുകയാണ്. ഹോർമുസ് കടലിടുക്കിന് സമീപം ഇറാൻ ദ്വീപുകളും സൈനിക കേന്ദ്രങ്ങളും ലക്ഷ്യമിട്ട് അമേരിക്കൻ ആക്രമണം തുടരുകയാണ്. ഹോർമുസിൽ അമേരിക്ക വീണ്ടും നാവിക ഉപരോധം പ്രഖ്യാപിച്ചു. പ്രതിസന്ധി കനത്തതോടെ അസംസ്കൃത എണ്ണവില വീണ്ടും ഉയരുകയാണ്. ഇന്ന് പുലർച്ചെ മുതൽ 5 മണിക്കൂർ നീണ്ട ആക്രമണത്തിൽ ഇറാനിലെ സൈനിക കേന്ദ്രങ്ങളാണ് അമേരിക്ക ലക്ഷ്യമിട്ടത്. ബുഷഹർ, ചബഹാർ, ജാസ്ക്, കൊനാർക്ക്, അബു മൂസ, ബന്ദർ അബ്ബാസ് എന്നിവിടങ്ങളിൽ കനത്ത വ്യോമാക്രമണം. ഹോർമൂസിൽ അമേരിക്ക വീണ്ടും നാവിക ഉപരോധം പ്രഖ്യാപിച്ചു. ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ 1:30 മുതലാണ് ഉപരോധം നിലവിൽ വരിക. ജൂൺ 18 പിൻവലിച്ച ഉപരോധമാണ് അമേരിക്ക പുനഃസ്ഥാപിക്കുന്നത്. ഹോർമൂസിന്റെ നിയന്ത്രണം പൂർണ്ണമായും ഏറ്റെടുത്തേക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു. ഹോർമൂസിൽ വിവിധ രാജ്യങ്ങളുടെ കപ്പലുകളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് അമേരിക്ക 20% ഫീസ് ഈടാക്കുമെന്നും ട്രംപ്. ഇറാന്റെ പിക്കാക്സ് മൗണ്ടൻ ആണവ കേന്ദ്രം ആക്രമിക്കുമെന്നാണ് അമേരിക്കയുടെ മുന്നറിയിപ്പ്. നദാൻസ് ആണവ കേന്ദ്രത്തിനടുത്തുള്ള സാഗ്രോസ് പർവ്വതനിരകളിലുള്ള ഭൂഗർഭ ആണവ കേന്ദ്രമാണ് പിക്കാക്സ് മൗണ്ടൻ. അതിനിടെ ഹോർമൂസിൽ ഫീസ് ഈടാക്കാനുള്ള ട്രംപിന്റെ നീക്കത്തെ പരിഹസിച്ച് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി രംഗത്തെത്തി. ട്രംപ് പ്രഖ്യാപിച്ച 20% ഫീസ് കൂടുതലാണെന്നും അതിനേക്കാൾ കുറഞ്ഞ നിരക്കിൽ സുരക്ഷ ഇറാൻ ഒരുക്കാമെന്നുമാണ് പരിഹാസം. അതിനിടെ ചെങ്കടലിനെ ഏദൻ ഉൾക്കടലുമായി ബന്ധിപ്പിക്കുന്ന ബാബൽ മന്ദബ് കടലിടുക്ക് ഹുതികൾ അടച്ചതായുള്ള റിപ്പോർട്ടുകൾ പുറത്തുവന്നു. ഹോർമൂസ് കടലിടുക്ക് കൈകാര്യം ചെയ്യാനുള്ള ബിൽ ഇറാൻ പാർലമെന്റിൽ അവതരിപ്പിച്ചതായി ദേശീയ രക്ഷാസമിതി തലവൻ ഇബ്രാഹിം അസീസി വ്യക്തമാക്കി. ഇന്റർനാഷണൽ ഡെസ്ക് 24. 2018 പ്രളയം മനുഷ്യനിർമ്മിതമെന്ന ഓഡിയോ സന്ദേശത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് ഉത്തരവിട്ട ആഭ്യന്തര വകുപ്പ്. മുൻ വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ പേരിലുള്ള ഓഡിയോ സന്ദേശം മാത്യു കുഴൽനാടൻ MLA ആണ് പുറത്തുവിട്ടിരുന്നത്. എന്നാൽ ഓഡിയോ സന്ദേശം AI നിർമ്മിതമെന്നായിരുന്നു കൃഷ്ണൻകുട്ടിയുടെ വിശദീകരണം. സ്വകാര്യ വ്യക്തി നൽകിയ പരാതിയിലാണ് ഇപ്പോഴുള്ള ആഭ്യന്തരമന്ത്രി ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് ഉത്തരവിട്ടത്. പ്രളയസമയത്ത് ഡാമുകൾ കൈകാര്യം ചെയ്യുന്നതിൽ വീഴ്ചയുണ്ടായെന്ന് ഓഡിയോയിൽ പറയുന്നുണ്ടെന്നാണ് കോൺഗ്രസ് ആരോപണം. നവകേരള യാത്രയ്ക്കിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച കേസിൽ ADGP MR അജിത് കുമാറിനെതിരായ SIT റിപ്പോർട്ടിൽ വ്യക്തത തേടി സംസ്ഥാന പോലീസ് മേധാവി റവാഡ A ചന്ദ്രശേഖർ. MR അജിത് കുമാറിന്റെ ഇടപെടൽ സംബന്ധിച്ച് വ്യക്തത ആവശ്യപ്പെട്ടു. MR അജിത് കുമാറിനെതിരെ ആഭ്യന്തര വകുപ്പ് നടപടിയിലേക്ക് കടക്കുന്നതിനിടെയാണ് നിർണായക നീക്കം. നവകേരള യാത്രയ്ക്കിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച കേസ് അട്ടിമറിച്ചതിൽ MR അജിത് കുമാറിനെതിരെ നടപടിക്കായി DGP ഉടൻ ശുപാർശ കൈമാറുമെന്നായിരുന്നു നേരത്തെ പുറത്തുവന്ന വിവരം. എന്നാൽ SIT റിപ്പോർട്ടിന്മേൽ വീണ്ടും DGP റവാഡ ചന്ദ്രശേഖർ വ്യക്തത തേടി. MR അജിത് കുമാറിന്റെ ഇടപെടൽ പറയുന്ന ചില ഭാഗങ്ങളിൽ വ്യക്തത വേണമെന്നാവശ്യപ്പെട്ടാണ് റിപ്പോർട്ട് മടക്കിയത്. കഴിഞ്ഞ മാസം 23-നാണ് SIT DGPക്ക് റിപ്പോർട്ട് സമർപ്പിച്ചത്. അജിത് കുമാറിനെതിരെ കടുത്ത നടപടി വേണമെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ നിലപാട്. എന്നാൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം മാത്രം അച്ചടക്ക നടപടി എടുത്തില്ലെങ്കിൽ കോടതിയിൽ ഉൾപ്പെടെ തിരിച്ചടി നേരിടുമെന്ന് ആഭ്യന്തര വകുപ്പ് വിലയിരുത്തുന്നു.
ഈ മാസം അവസാനത്തോടെ അജിത് കുമാറിന് DGP ആയി സ്ഥാനക്കയറ്റം ലഭിക്കും. അതിനു മുൻപ് വകുപ്പ് തല നടപടി സ്വീകരിക്കാനാണ് ആഭ്യന്തര വകുപ്പ് നീക്കം. അജിത് കുമാറിന്റെ ഓഫീസിലുണ്ടായിരുന്ന 2 ഗ്രേഡ് SIമാർക്കെതിരെയും നടപടിയുണ്ടാകും. 24 തിരുവനന്തപുരം. കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമായി ജയിലിനുള്ളിൽ സത്യപ്രതിജ്ഞ ചെയ്ത ജനപ്രതിനിധി. കാപ്പ കേസ് പ്രതിയായ തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP കൗൺസിലർ R. സുഗതനാണ് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം വിയൂർ സെൻട്രൽ ജയിലിൽ പുനഃപ്രതിജ്ഞ ചെയ്തത്. തിരുവനന്തപുരം കോർപ്പറേഷനെ കാപ്പ കോർപ്പറേഷനാക്കിയെന്ന് CPIM വിമർശിച്ചു. വിയൂർ സെൻട്രൽ ജയിലിലെ ലൈബ്രറി ഹാളിൽ രാവിലെ 11 മണിക്കായിരുന്നു അസാധാരണ സത്യപ്രതിജ്ഞാ ചടങ്ങ്. ജയിൽ ഉദ്യോഗസ്ഥരുടെ വലയത്തിനുള്ളിൽ R. സുഗതൻ വേദിയിലേക്ക്. ജയിൽ സൂപ്രണ്ട് ഉൾപ്പെടെ സാക്ഷി. തിരുവനന്തപുരം മേയർ VV രാജേഷ് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ഈശ്വരനാമത്തിൽ R. സുഗതന്റെ പുനഃപ്രതിജ്ഞ. തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷനിലെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട സുഗതനാർ എന്ന ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്ന്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ 20 BJP കൗൺസിലർമാർ ദൈവങ്ങളുടെയും ബലിദാനികളുടെയും ഭാരതാംബയുടെയും നാമത്തിൽ നടത്തിയ സത്യപ്രതിജ്ഞയിലെ ചട്ടവിരുദ്ധത ചൂണ്ടിക്കാട്ടി ഹൈക്കോടതി അസാധുവാക്കിയിരുന്നു. മറ്റുള്ളവർ തൊട്ടടുത്ത ദിവസം തന്നെ പുനഃപ്രതിജ്ഞ ചെയ്തെങ്കിലും ജയിലിലായതിനാൽ R. സുഗതന് പ്രതിജ്ഞ ചെയ്യാനായില്ല. ആരും അയോഗ്യരാകില്ലെന്ന് മേയർ VV രാജേഷ്. ഈ ടേമിൽ ആരും അയോഗ്യരാവാൻ പോകുന്നില്ല. അയോഗ്യരാകുന്ന സാഹചര്യം ഉണ്ടാകാതെ മേയർ എന്നുള്ള നിലയ്ക്ക് സംരക്ഷിക്കും. ഭരണസമിതി എല്ലാവരെയും പരസ്പരം സംരക്ഷിച്ച് തന്നെ മുന്നോട്ട് പോകും. പുനഃപ്രതിജ്ഞയിൽ BJP ഭരണസമിതിക്കെതിരെ പ്രതിപക്ഷം വിമർശനം ആവർത്തിച്ചു. സുഗതനെ വിലങ്ങുവയ്ക്കാത്തതിൽ സംസ്ഥാന സർക്കാരിനെ വിമർശിച്ച് CPIM രംഗത്ത്. രാഷ്ട്രീയ കേസിൽ പ്രതിയായിട്ടുള്ള ആളുകളെ വിലങ്ങ് വെച്ച് കൊണ്ടുവരാൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി ഉത്തരവ് നൽകിയിരിക്കുകയാണ്, അല്ലെങ്കിൽ അനുവാദം നൽകിയിരിക്കുകയാണ്. എന്നാൽ വളരെ ക്രിമിനൽ കേസ് 19 കേസിലെ പ്രതി വിയ്യൂർ സെൻട്രൽ ജയിലിൽ നിന്ന് വരുന്ന ആളെ വിലങ്ങ് വയ്ക്കാതെ കൊണ്ടുവരുന്നു. ഇതാണ് ഞാൻ പറഞ്ഞത്, ഒരു ഇരട്ട നീതിയാണ് കേരളത്തിൽ നടക്കുന്നത്. R. സുഗതന് പുനഃപ്രതിജ്ഞ ചെയ്യാൻ കഴിഞ്ഞത് BJPക്ക് ആശ്വാസമാണെങ്കിലും തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിലർ സ്ഥാനത്തെ ചൊല്ലിയുള്ള അനിശ്ചിതത്വം മാറിയിട്ടില്ല. ഹൈക്കോടതിയുടെ അസാധാരണ ഉത്തരവിലൂടെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP കൗൺസിലർ R. സുഗതന്റെ പുനഃപ്രതിജ്ഞ വിയൂർ സെൻട്രൽ ജയിലിൽ നടന്നതോടെ അത് കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ പുതിയൊരു അധ്യായമായി. BJPയെ സംബന്ധിച്ച് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഭരണം സംരക്ഷിക്കാൻ കഴിഞ്ഞുവെന്ന താൽക്കാലിക ആശ്വാസവും. ക്യാമറാമാൻ മാഹിൻ ജാഫിറിനൊപ്പം വിയൂർ സെൻട്രൽ ജയിലിന് മുന്നിൽ നിന്നും KR ഗോപികൃഷ്ണൻ, 24. ഇനി ലോകകപ്പ് വിശേഷങ്ങൾ. ഗോൾ കാനോ ഇൻ അസോസിയേഷൻ വിത്ത് മേത്തർ ഈഗിൾസ് FC കേരള. ഫിഫ ലോകകപ്പിലെ ആദ്യ ഫൈനലിസ്റ്റുകളെ ഇന്നറിയാം. ഇന്ത്യൻ സമയം രാത്രി 12:30 നടക്കുന്ന ഒന്നാം സെമിയിൽ ഫ്രാൻസ് സ്പെയിനിനെ നേരിടും. അമേരിക്കയിലെ ഡാലസ് സ്റ്റേഡിയത്തിലാണ് മത്സരം. വേൾഡ് കപ്പ് ഡെസ്കിൽ നിന്ന് അക്ഷയ് മോഹൻ തയ്യാറാക്കിയ എക്സ്പ്ലെയിനർ. ലോകകപ്പിൽ ഇന്ന് ബ്ലോക്ക് ബസ്റ്റർ പോരാ. യൂറോപ്പിലെ 2 അതികായന്മാർ സ്പെയിനും ഫ്രാൻസും നേർക്കുനേർ. യൂറോ കപ്പ് നേഷൻസ് ലീഗ് സെമിയുടെ തനി ആവർത്തനം. എപ്പോഴൊക്കെ നേർക്കുനേർ വന്നിട്ടുണ്ടോ അപ്പോഴെല്ലാം കണ്ടത് തീപ്പൊരി പോരാട്ടങ്ങൾ. ഗോൾ അടിച്ചുകൂട്ടുന്ന ഫ്രാൻസ്, ഗോൾ വഴങ്ങാൻ പിശുക്കുള്ള സ്പെയിൻ. ഒരു വശത്ത് കിലിയൻ എംബാപ്പയെങ്കിൽ മറുവശത്ത് ലെമീൻ യമാൽ. തീപാറും പോരാട്ടം. ടൂർണമെന്റിലെ കരുത്തുറ്റ നിര. പ്ലേയിങ് 11ഉം ബെഞ്ചിലിരിക്കുന്നവരും ഒരുപോലെ ശക്തർ. കളത്തിൽ ആരെ ഇറക്കുമെന്നതാണ് ദശാംശിന്റെ കൺഫ്യൂഷൻ. ഗോൾ മെഷീൻ കിലിയൻ എംബാപ്പെ. ലോകകപ്പിൽ 8 ഗോളും 3 അസിസ്റ്റും. കൂട്ടിന് പുട്ടിന് പീര പോലെ ഉസ്മാൻ ഡെംബലയും മൈക്കിൾ ഒലിസയും. ഗോൾ അടിക്കാനും അടിപ്പിക്കാനും ഒരുപോലെ മികവുള്ളവർ. ലോകകപ്പിൽ 2 ഗോൾ മാത്രം വഴങ്ങിയ പ്രതിരോധ നിരയും കരുത്തർ. മൈക്ക് മൈഗ്നൻ കാവൽ നിൽക്കുന്ന ഗോൾ പോസ്റ്റ്. 3 നോക്കൌട്ട് മത്സരത്തിലും ഒരൊറ്റ ഗോൾ പോലും വഴങ്ങിയിട്ടില്ല. പ്രീ ക്വാർട്ടർ ശാപം കടന്ന് സെമിയിലെത്തിയ സ്പെയിൻ. ലക്ഷ്യം 2010 ശേഷം ഒരു കിരീടം. സന്തുലിതമാണ് ടീം. കരുത്തുറ്റ പ്രതിരോധ നിര. 6 മത്സരങ്ങളിൽ നിന്ന് ഗോൾ വഴങ്ങിയത് ഒരൊറ്റ തവണ മാത്രം. പ്രതിരോധ കോട്ട കെട്ടി കുബാർസിയും ലപ്പോട്ടയും. ഇരുവശങ്ങളിൽ കുക്കുറയെയും പെഡ്രോ പോറയും. മിഡ്ഫീൽഡിൽ റോഡ്രി പെഡ്രി കോംബോ. ക്രിയേറ്റീവ് മാസ്റ്ററായി മുൻനിരയിൽ നൃത്ത ചുവടുകളുമായി ലെമീൻ യമാൽ. എല്ലാം സെറ്റാണ്. നല്ലൊരു ഫിനിഷറുടെ അഭാവമാണ് തലവേദന. പ്രീ ക്വാർട്ടറും ക്വാർട്ടറും കടന്നത് സൂപ്പർ സബ് മൈക്കിൾ മൊറീനിയോയുടെ ഗോളിൽ. നേർക്കുനേർ പോരിൽ സ്പെയിൻ തന്നെയാണ് മുന്നിൽ. 38 മത്സരങ്ങളിൽ 18ലും ജയം. ഫ്രാൻസിന് 13. ലോകകപ്പിൽ ഇതിനു മുമ്പ് നേർക്കുനേർ വന്നത് 2006-ൽ. അന്ന് ഫ്രാൻസ് ജയിച്ചു കയറിയത് 1-3 ഗോളിന്.
2024 യൂറോ കപ്പ് സെമിയിലും 2025 നേഷൻസ് ലീഗ് സെമി ഫൈനലിലും ഫ്രഞ്ച് പടയെ കെട്ടുകെട്ടിച്ചു ലാ റോജകൾ. ഇന്ന് എല്ലാത്തിനും മറുപടി പറയണം എംബാപ്പയ്ക്കും സംഘത്തിനും. മറ്റൊരു വാർത്തയിലേക്ക്. ശബരിമല തന്ത്രി നിയമനത്തിൽ താഴമൺ കുടുംബത്തിന്റെ നിലപാടിനൊപ്പം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. താഴമൺ കുടുംബത്തെ മാറ്റേണ്ട സാഹചര്യമില്ലെന്ന് ഹൈക്കോടതിയെ അറിയിക്കും. മകൻ ബ്രഹ്മദത്തനെ തന്ത്രിയാക്കണമെന്ന കണ്ഠരര് രാജീവരുടെ ആവശ്യത്തിൽ എതിർപ്പില്ലെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ 24നോട് സ്ഥിരീകരിച്ചു. തന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നാവശ്യപ്പെട്ട് തന്ത്രി കണ്ഠരര് രാജീവർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കഴിഞ്ഞ ദിവസം കത്ത് നൽകിയിരുന്നു. അനാരോഗ്യം മൂലം മാറി നിൽക്കുകയാണെന്നും മകൻ ബ്രഹ്മദത്തനെ ശബരിമല തന്ത്രിയാക്കണമെന്നുമായിരുന്നു ആവശ്യം. ഈ ആവശ്യത്തോട് ദേവസ്വം ബോർഡിന് എതിർപ്പില്ല. ബോർഡിൽ ചർച്ചയൊന്നുമില്ല. ബോർഡിലാകെ മുമ്പേ വന്നിട്ടുള്ള വിഷയം എന്ന് പറയുന്നത് ചിങ്ങമാസത്തിൽ പുതിയ രാജീവരുടെ ടേണാണ്. അപ്പോൾ അദ്ദേഹത്തിന് വരാൻ സാധിക്കുന്നില്ല, ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് എൻ്റെ മകന് ആ അവകാശം കൊടുക്കണം എന്നുള്ളതാണ് ആകെ ഒരു കത്ത് വന്നിരിക്കുന്നത്. നിയമനത്തിൽ തീരുമാനം ഹൈക്കോടതിക്ക് വിട്ടതിൽ ദേവസ്വം ബോർഡിനെ വിമർശിച്ച് ദേവസ്വം മന്ത്രി കെ മുരളീധരൻ രംഗത്തെത്തിയിരുന്നു. എന്നാൽ കോടതി തീരുമാനമെടുക്കുന്നതാണ് ഔചിത്യമെന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ നിലപാട്. തന്ത്രിസ്ഥാനത്ത് നിന്ന് താഴമൺ കുടുംബത്തെ എന്തിനു മാറ്റി നിർത്തണമെന്നും കെ ജയകുമാർ. ആ ആവശ്യം അംഗീകരിക്കുന്നതിന് ബോർഡിന് ബുദ്ധിമുട്ടില്ല. പക്ഷേ ചില ഈ മറ്റ് കേസുകളൊക്കെ കിടക്കുന്നതുകൊണ്ട് കോടതിയുടെ ഒരു അംഗീകാരം കൂടി വാങ്ങി ആ കത്തിൻ്റെ മേൽ തീരുമാനമെടുക്കാം എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. അല്ല വേറെ ഒരു തീരുമാനമോ ചർച്ചയോ അതിനെപ്പറ്റി ഉണ്ടായിട്ടില്ല. താഴ്മൺ കുടുംബത്തെ മാറ്റി നിർത്തണമെന്ന BJP നേതാവ് ഡോക്ടർ KS രാധാകൃഷ്ണന്റെ പ്രതികരണം വിവാദമായിരുന്നു. ബ്രഹ്മദത്തനെ തന്ത്രിയാക്കണമെന്ന ഭൂരിപക്ഷാഭിപ്രായം ബോർഡിലുണ്ടെങ്കിലും CPIM അംഗം PD സന്തോഷ് കുമാർ എതിർത്തതോടെയായിരുന്നു ഹൈക്കോടതിക്ക് വിടാനുള്ള തീരുമാനം. 24 തിരുവനന്തപുരം. കശുവണ്ടി വികസന കോർപ്പറേഷൻ അഴിമതിയിൽ ഹൈക്കോടതിയിൽ വീണ്ടും മാപ്പപേക്ഷയുമായി വകുപ്പ് സെക്രട്ടറി കെ ബിജു IAS. കോടതി നിർദ്ദേശപ്രകാരമാണ് പുതിയ സത്യവാങ്മൂലം. ആദ്യ ഉത്തരവിലെ ഭാഷ അനുചിതമെന്നും പിഴവ് അംഗീകരിക്കുന്നുവെന്നും സത്യവാങ്മൂലത്തിൽ പറയുന്നു. ഹർജി നാളെ പരിഗണിക്കും. വിവാദ പ്രോസിക്യൂഷൻ അനുമതി ഉത്തരവിൽ നേരത്തെ നിർവാജ്യം മാപ്പപേക്ഷിച്ചിരുന്നു. ഇത് പോരെന്ന് കോടതി പറഞ്ഞതോടെയാണ് കെ ബിജു പുതിയ അപേക്ഷ നൽകിയത്. നിയമപരവും വസ്തുതാപരവുമായ കാര്യങ്ങൾ കൃത്യമായി പരിശോധിച്ച ശേഷമാണ് പുതിയ ഉത്തരവ് പുറപ്പെടുവിച്ചത്. പ്രഥമ ദൃഷ്ട്യാ കേസുണ്ടെന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടിയെന്നും പുതിയ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കുന്നു. കോടതിയെ അവഹേളിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്നും കെ ബിജു അറിയിച്ചു. കോടതി സമ്മർദ്ദം മൂലമാണ് പ്രതികളെ വിചാരണ ചെയ്യാനുള്ള പ്രോസിക്യൂഷൻ അനുമതി നൽകുന്നതെന്ന ഉത്തരവാണ് വിവാദമായത്. ഈ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലെടുത്ത കോടതിയലക്ഷ്യ കേസ് ഹൈക്കോടതി നാളെ പരിഗണിക്കും. 24 കൊച്ചി. മെഡിക്കൽ കരിയറിലേക്കൊരു സുവർണ അവസരം. 24 സ്റ്റഡി അബ്രോഡ് അവതരിപ്പിക്കുന്ന 24 ഇന്റർനാഷണൽ മെഡിക്കൽ എക്സ്പോ 2026 ജൂലൈ 21 കൊച്ചിയിലും ജൂലൈ 23 കോഴിക്കോട്ടും നടക്കുന്നു. MBBS, നഴ്സിംഗ്, പാരാമെഡിക്കൽ കോഴ്സുകൾക്കായി ഉസ്ബെക്കിസ്ഥാൻ, കസാഖ്സ്ഥാൻ, ബോസ്നിയ, അൽബേനിയ എന്നീ രാജ്യങ്ങളിലെ പഠനാവസരങ്ങളെക്കുറിച്ച് വിദഗ്ധരിൽ നിന്ന് നേരിട്ടറിയാം. നീറ്റ് ഉണ്ടായാലും ഇല്ലെങ്കിലും യോഗ്യത അനുസരിച്ച് അപേക്ഷിക്കാം. IELTS ആവശ്യമില്ല. പാർട്ട് ടൈം ജോബ് ഓപ്പർച്യൂണിറ്റീസ്, ഹൈ വിസ സക്സസ് റേറ്റ്, കൂടാതെ ജർമ്മനി, ഓസ്ട്രിയ പാത്വേ സംബന്ധിച്ച വിവരങ്ങളും ലഭിക്കും. കോഴ്സ് ഫീ വർഷം 3 ലക്ഷത്തിൽ നിന്ന് ആരംഭിക്കുന്നു. സീറ്റുകൾ പരിമിതമാണ്. ജൂലൈ 21 രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെ 24 സ്റ്റഡി അബ്രോഡ് ഓഫീസ്, ഇൻസൈറ്റ് മീഡിയ സിറ്റി, വെണ്ണല, കൊച്ചി. ജൂലൈ 23 രാവിലെ 10 മുതൽ വൈകിട്ട് 4 വരെ 24 സ്റ്റഡി അബ്രോഡ് ഓഫീസ്, സരോവരം, മിനി ബൈപ്പാസ്, കോഴിക്കോട് എന്നിവിടങ്ങളിൽ എത്തുക. ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യൂ. കൂടുതൽ വിവരങ്ങൾക്ക് 9001 9001 56 അല്ലെങ്കിൽ 8000 8001 20. സംസ്ഥാനത്ത് തുടർച്ചയായ 2ാം ദിവസവും ഭാഗിക വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യത. പവർ എക്സ്ചേഞ്ച് വഴി ആവശ്യമായ അളവിൽ വൈദ്യുതി ലഭ്യമാകാത്ത സാഹചര്യമുണ്ടായാൽ ഇന്ന് നിയന്ത്രണമുണ്ടാകുമെന്ന് KSEB അറിയിച്ചു. ഇന്നത്തെ വൈദ്യുതി ഉപഭോഗം മുൻ ദിവസങ്ങളെ അപേക്ഷിച്ച് ഏകദേശം 400 മുതൽ 500 മെഗാവാട്ട് വരെ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് KSEB അറിയിച്ചത്. ന്യൂസ് ബ്രേക്സ് അവസാനിച്ചു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.